ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ ഐഫോണിലേക്ക് നമ്മുടെ പുതിയ ഐഫോൺ എന്തായാലും ഇപ്പോൾ ലോഞ്ച് ആകാൻ പോകുന്നുള്ളൂ. നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടുണ്ടായിരുന്നു. ഐഫോൺ 16 വരാൻ പോകുന്ന അതിൻ്റെ ചേഞ്ചസും ലുക്കും സംഭവങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ലീക്കും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ വളരെ പോയി കണ്ടുവെക്കുക. അപ്പോൾ അതിൽ ഏറ്റവും വരാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള iOS, അതായത് iOS 18 വരാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫുള്ളി ലോഡറായിട്ടാണ് നമ്മുടെ AI ഫീച്ചേഴ്സൊക്കെ വരാൻ പോകുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരാൻ പോകുന്നത് നമ്മുടെ ഐഫോൺ 18 സീരീസിലാണ്, iOS 18 സീരീസിലാണ്. അപ്പോൾ അത് ഏതൊക്കെ ഫോൺസിൽ അല്ലെങ്കിൽ പഴയ ഓൾഡർ ഫോൺസിൽ ഏതൊക്കെ കിട്ടുന്ന ആക്ച്വലി ഇപ്പോൾ ആപ്പിളൊന്നും പുറത്ത് വിട്ടിട്ടില്ല കേട്ടോ. എന്തായാലും 15, 14, 13 എന്തായാലും കിട്ടും, ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് എന്തായാലും കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ഫുള്ളി മേക്ക് ഓവർ എന്താ വെച്ചാൽ ഈ ഐഫോൺ ഹിസ്റ്ററിയിൽ, iOS ഹിസ്റ്ററിയിൽ ഒരു ഏറ്റവും വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ചേഞ്ച് ഓവർ അല്ലെങ്കിൽ ഒരു OS ചേഞ്ച് ആയിരിക്കും എന്നാണ് ഇപ്പോൾ ആപ്പിൾ പറഞ്ഞേക്കുന്നത് iOS 18. ഓൾമോസ്റ്റ് കുറേ ഓൾമോസ്റ്റ് സെക്ഷനിലും AI ഫീച്ചേഴ്സ് എനേബിൾ ചെയ്തിട്ട് അവർ വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ലീക്കായ കുറച്ച് ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഏറ്റവും ചേഞ്ചസ് വരുന്നത് നമ്മുടെ സിറിനെ സ്മാർട്ട് സിറി ആക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഭയങ്കരമായിട്ട് AI ഫീച്ചേഴ്സ് സിറിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്ന ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ RCS മെസ്സേജിങ് ആണ്. ഇപ്പോൾ നമ്മുടെ iMessaging ഉണ്ടല്ലോ, ആപ്പിൾ ടു ആപ്പിൾ മാത്രമേ പറ്റുള്ളൂ. അത് എടുത്ത് കളഞ്ഞിട്ട് ആൻഡ്രോയിഡിലേക്കും പറ്റാവുന്ന ഒരു മെസ്സേജിങ് ആപ്പ്, അതാണ് RCS മെസ്സേജിങ് ആപ്പ് എന്ന് പറയുന്നവർ. പിന്നെ ചേഞ്ചസ് വരാൻ പോകുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഏരിയസിലും AI ഫീച്ചേഴ്സ് എനേബിൾ ചെയ്യാൻ പോകുന്നത്. മെയിൽസ് ആയിക്കോട്ടെ, നോട്ട്സ് ആയിക്കോട്ടെ, എല്ലാത്തിലും സ്റ്റോക്ക് ആയിട്ടുള്ള ആപ്പുകളിൽ എല്ലാത്തിലും മിക്കതും AI ഫീച്ചേഴ്സ് വരും കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ഹോം സ്ക്രീനിൻ്റെ മേക്ക് ഓവറാണ്. അതായത് നമ്മുടെ ഇപ്പോൾ നോർമലി ഇപ്പോൾ ഇതാണല്ലോ നമ്മുടെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധനത്തിന് ഫുള്ളി മേക്ക് ഓവർ വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും എനിക്കൊരു വെൽക്കം തന്നെ. എൻ്റെ ഒരു അഭിപ്രായം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡ് പോലെ ഹോം സ്ക്രീൻ നമുക്ക് നമ്മുടെ ആപ്പ് സ്ക്രീൻ അതൊക്കെ നമുക്ക് വരാൻ പറ്റുന്ന ടൈപ്പ് ആക്കണം. ഇത് നമ്മുടെ പണ്ടത്തെ നമ്മുടെ വിവോ, ഒപ്പോലൊക്കെ ഉണ്ടായിരുന്ന ലോഞ്ചർ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമുക്ക് എന്താ പറയുക, മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹോം സ്ക്രീൻ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് ഡ്രോയർ ഒന്നും വരില്ല. ഇത് അങ്ങനത്തെ ആണല്ലോ നമ്മുടെ iOS. അത് മാറിയിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് പോലെ ആക്കണം എന്ന് എനിക്കൊരു ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ പരിപാടി. പിന്നെ നമുക്ക് അക്സസിബിലിറ്റി ബൂസ്റ്റും സംഭവങ്ങളൊക്കെ വരുന്നത്, അതായത് അഡാപ്റ്റീവ് വോയിസ് ഷോർട്ട് കട്ടും സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. മാപ്സിൽ ഭയങ്കരമായിട്ട് അപ്ഗ്രേഡ് വരാൻ പോകുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾക്ക് അറിയാം, നമ്മുടെ റീസെൻ്റ്ലി സെപ്റ്റംബർ 2024 എന്തായാലും ഇത് ലോഞ്ച് ആവും. നമ്മുടെ പുതിയ ഐഫോൺ 16 ലോഞ്ച് ആവും. അതിൻ്റെ കൂടെ തന്നെ iOS 18 ലോഞ്ച് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനീഷ്യലി വരാൻ പോകുന്നത് 15 സീരീസിനാണ്. ഐഫോൺ 16 കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് 13, 14 ഏത് മോഡൽ, ഏതും ഓൾഡസ്റ്റ് മോഡൽ ഏതാണ് വരെ സപ്പോർട്ട് ചെയ്യുന്ന ആപ്പിൾ ഫുള്ളായിട്ട് പറഞ്ഞിട്ടില്ല. 10 വരെ വരുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ 11 വരെ ആവാനും സാധ്യതയുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ അത്ര അധികം ചേഞ്ചസ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ പഴയ എന്താ പറയുക പ്രൊസസ്സേഴ്സ് സപ്പോർട്ട് ചെയ്യുമെന്ന് സംശയങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ വന്നേക്കുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഐഫോൺ 10 തൊട്ടായിരിക്കും നമ്മുടെ ഈ iOS 18 സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് പുതിയ ചേഞ്ചസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഐഫോൺ യൂസേഴ്സ്, ഐഫോൺ ഫാൻസൊക്കെ വെയിറ്റ് ചെയ്യുന്നതിന് അത്യാവശ്യം എനിക്ക് തോന്നുന്നത് നല്ലൊരു റിസൾട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. വെച്ചാൽ നല്ലൊരു ചേഞ്ചസും പ്രത്യേകിച്ച് ലുക്ക് ചേഞ്ചസ് തന്നെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ iOS വലിയ ചേഞ്ചസ് ഒന്നും റീസെൻ്റ്ലി ഇത്ര കാലമായിട്ട് വന്നിട്ടില്ല. കോസ്മെറ്റിക് ചേഞ്ചസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഫുള്ളി മേക്ക് ഓവർ എന്ന് പറയുമ്പോൾ എനിക്കത് എന്തായാലും ഞാനൊരു വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ആൻഡ്രോയിഡ് പോലെ നമുക്ക് ആപ്പ് ഡ്രോയറൊക്കെ വരുന്നത്, അത് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ്രോയിഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പരിപാടി അതാണ്. നമുക്ക് iOS അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അത് വരുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.